കേൾസൊക്കെ എത്ര അടിപൊളിയായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അയ്യോ എൻ്റെ മുഖം നോക്ക് വേർക്കുന്ന പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ. കാരണം ഞാൻ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്യുന്നുള്ള ഞാൻ മറന്നുപോയി. ഞാൻ ഓർഡർ ചെയ്തത് ഇത് തന്നെയായിരുന്നു. ഒരു മിനിറ്റ്. ഹലോ ഗൈസ് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു നെക്സ്റ്റ് വീഡിയോ എന്ത് വേണം, വ്ളോഗ് വേണോ, ഹോൾ വീഡിയോ വേണോ, അപ്പോൾ കുറേ പേര് ഹോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോൾ ചെയ്യാനാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ അന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പം പുറത്തു കൂടെ വണ്ടി പോകുന്നുണ്ട്, ഞാൻ മൈക്ക് ആസ് സൂൺ ആസ് പോസിബിൾ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ ന്യൂമിയിൽ ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്തോ സെയിൽ നടന്നിട്ടില്ല. അപ്പോൾ ബൈ 1 get 1 ഫ്രീ. അപ്പോൾ ആ സമയത്ത് ഞാൻ ന്യൂമിയിൽ നിന്ന് 4 സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ 2 സാധനം വാങ്ങിക്കുമ്പോൾ 2 സാധനം ഫ്രീ കിട്ടും. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് അത് കിട്ടി. പക്ഷേ അതാകെ 4 സാധനമല്ലോ. അപ്പോൾ ഒരു ഹോൾ ചെയ്യാൻ മാത്രം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഒരു ലോങ് വീഡിയോയ്ക്ക് ഉണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കൂടെ ഞാൻ വാങ്ങിക്കുമ്പം മൊത്തത്തിലൊരു ഹോൾ വീഡിയോയ്ക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പം മറ്റേ ഈ കെമിസ്റ്റ് പ്ലേ ബെയർ അനാട്ടമി അതിൻ്റെയൊക്കെ ഒരു ബ്രാൻഡിൽ ഇന്നോവേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് സാധനങ്ങൾ ഞാൻ അവരുടെ ഒരു ഓഫർ കഴിച്ചുകൊണ്ടായിരുന്നു. അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ കാണാറുണ്ട് കേട്ടോ. ഈ buy 2 get 3 ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം കൂടെ ഫ്രീ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്തില്ല, നിങ്ങളെ മുമ്പിൽ അൺബോക്സ് ചെയ്യുന്നു. പക്ഷേ ന്യൂമീത്തെ സാധനങ്ങൾ നേരത്തെ ഞാൻ അൺബോക്സ് ചെയ്തു, കാരണം അതിനുള്ളൊരു ക്ഷമ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും നാളെ സാധനം വന്നിട്ട്. ആൻഡ് ന്യൂമീത്തെ 3 സാധനമേ വന്നിട്ടുള്ളൂ. 3 സാധനമേ വന്നിട്ടുള്ളൂ. 3ഉം ലൈക്ക് ബോട്ടം വെയർ ആണ് ഞാൻ എടുത്തത്, ടോപ്പൊന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ആൻഡ് 4ാമത്തെ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്തോ ഇൻ്റർനാഷണൽ ട്രാൻസിറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഞാൻ മിക്കവാറും ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ സമയം കളയുന്നില്ല. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഈ ഒരു പാക്കറ്റാണ്. ഇതിനകത്ത് 2 ബോട്ടം വെയർ ഉണ്ട്. ഇതിൻ്റെ പ്രൈസും സൈസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് ഇതിനകത്തുണ്ട്. എനിക്ക് കിട്ടിയ പ്രൈസും അല്ലെങ്കിൽ ഏതൊക്കെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്ലാക്ക് ബോട്ടം വെയർ ആണ്. ഞാൻ ടോപ്പ് ഓർഡർ ചെയ്തില്ല, കാരണം എനിക്ക് കുറച്ച് ബോട്ടം വെയർ വേണമെന്നുണ്ടായിരുന്നു. സോറി, കുറച്ചും കൂടെ വണ്ടി പോകുന്നുണ്ട്, പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ബോട്ടം വെയറാണ്. ഇതൊരു ബ്ലാക്ക് ഒരു പാൻറ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് എന്താ ഇങ്ങനെ, പക്ഷേ ഇത് ആക്ച്വലി ഇങ്ങനെ വള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല രസമല്ലേ? നമുക്കിങ്ങനെ വള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. ഇതൊരു ലൈക്ക് ഇങ്ങനെ 2 സൈഡിലും പോക്കറ്റൊക്കെ വരുന്നുണ്ട്. 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. അത് നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ക്ലോത്താണ്. പിന്നെ ലൈക്ക് അടിയിലാണെങ്കിലും ഈ വൈഡ് ലെഗ് ആണ്. പിന്നെ നമ്മുടെ പാരച്യൂട്ട് കൈൻഡ് ഓഫ് പാരച്യൂട്ട് പാൻ്റ് ആണ്. ഇതുപോലെ പാരച്യൂട്ട് പാൻറ്റിൻ്റെ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. പക്ഷേ എനിക്കിത് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. പക്ഷെ ഒരു ഇത്തിരി എനിക്ക് ലെങ്ത്ത് കൂടുതലുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഷൂ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഞാൻ എടുത്ത സൈസ് സ്മോൾ ആണ്. 28 ആണ് ഞാൻ എടുത്ത സൈസ്. ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് 1539. ഓക്കെ, എനിക്ക് കിട്ടിയ പ്രൈസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ആൻഡ് ഇട്ടിട്ടുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് പാൻറ്റ്. നല്ലതാണ് കേട്ടോ. ഒരുപാട് ടൈപ്പിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് ഒരു മിനി സ്കേർട്ടാണ്. എനിക്കിതെന്തോ ഈ മിനി സ്കേർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ്, എൻ്റെ അടുത്ത് അങ്ങനെ വൈറ്റ് മിനി സ്കേർട്ട് ഇല്ല. കൈൻഡ് ഓഫ് ക്യൂട്ട് മിനി സ്കേർട്ട്. ഇതെനിക്കൊരു മുട്ടിൻ്റെ തൊട്ട് മേലെ വരെ വരും. ആൻഡ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ? ഇതിൻ്റെ ഈ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു പ്ലീറ്റ് പോലെ കൊടുത്തിട്ടില്ലേ, അത് നല്ല രസമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഇതിനകത്തില്ലേ? ഇതിൻ്റെ റേറ്റ് സൈസ് സ്മോൾ ആണ്. റേറ്റ് 589 rupees. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ഒരു പാക്കറ്റും കൂടെ. ഞാൻ നമ്മൾ അവസാനത്തെ പ്രൊഡക്റ്റിലോട്ട് എത്തിക്കണം. ഇതാണ് ഇതിനകത്ത് ഞാൻ ഏറ്റവും മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് വന്നിട്ട് ഇതും ഒരു സ്കേർട്ടാണ് ഗൈസ്. അതെ, എനിക്ക് എന്താ അപ്പോൾ റീസെൻ്റ് സ്കേർട്ടിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം. ഓക്കെ, ലൈക്ക് ദിസ് ഈസ് ദ സ്കേർട്ട്. ഇത് ഞാൻ കുറേ പേര് സ്റ്റൈൽ ചെയ്ത് ഞാൻ അതിനകത്ത് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇത് വാങ്ങിക്കാൻ തോന്നി. ഒരു ക്യൂട്ട് ഒരു കൊറിയൻ വൈബൊക്കെ ഉള്ളൊരു സ്കേർട്ടാണ്. കണ്ടോ, നന്നായിട്ടില്ലേ? ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലേസ് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ലേസ്
ഇല്ല, താഴെ പ്ലെയിൻ ആണ്. പക്ഷെ ഇതിൻ്റെ എന്തൊരു പ്രത്യേകത എന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, കണ്ടോ? ഓപ്പണിംഗ് ഉണ്ട്. നമുക്ക് സൈഡിലോട്ട് ഇടുമ്പോഴാണ് ഭംഗി. കാരണം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു നെറ്റുണ്ട്, കണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊരു നെറ്റുണ്ട്. അപ്പം നമ്മളിത് സൈഡിലേക്ക് കൂടി ഇടുമ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടെ കുറച്ച് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ബൂട്ട്സ് ഒക്കെ ഇട്ട് ഒരു പാർട്ടി വൈബ് ഒക്കെ തരുന്നൊരു സ്കേർട്ടാണ്. അറ്റ് എ ടൈം നമുക്കൊരു ക്യൂട്ടായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ചുമ്മാ ഒരു സമ്മർ ഔട്ടിങ്ങിനൊക്കെ പറ്റിയ ആ രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കേർട്ട്. ഇതൊരു എന്താ പറയുക, മുട്ടിൻ്റെ കുറച്ച് താഴെ വരും ലെങ്ത്തോട്ട്. ഞാൻ സൈഡിലിട്ട് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്, ഇതിൻ്റെ പേര് ബ്ലാക്ക് ലേസ് ഡീറ്റെയിൽ ട്രംപറ്റ് സ്കേർട്ട്. റേറ്റ് വന്നിട്ട് 1269 ആൻഡ് ദ സൈസ് ഈസ് സ്മോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഫ്രം ദിസ് ന്യൂമി ഹോൾ. ഓക്കെ, ഒരു മിനിറ്റ്, ജനലടഞ്ഞു പോയി. ന്യൂമിന്ന് ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ആൻഡ് ഒരു സാധനം ഞാൻ പറഞ്ഞില്ല, ഒരു 4ാമത്തെ സാധനം കൂടെ വരാനാണ് അത് വന്നിട്ടുള്ളത്. ഞാൻ ക്യാൻസൽ ചെയ്യും. അതൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു, ഗോൾഡൻ. അത് അത്ര ലേറ്റായി, പിന്നെ എനിക്കൊരു മൂടങ്ങ് പോയി. സോ ഇത്രേ ഉള്ളൂ, 3 സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലിങ്കും സാധനങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത് ഇതാണ് ഇന്നോവിസ്റ്റ്. ഞാൻ ഇതുവരെ ഇവരുടെ പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിത് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇത് ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ വേറൊരു കാരണം ഇതൊന്നും ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടാം. അപ്പോൾ അതാ പൊട്ടിച്ചു. നമുക്ക് ഫസ്റ്റ് സാധനം എടുക്കാം. ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ബെയർ അനാട്ടമീൻ്റെ കേൾ ഇൻറ്റൻസിഫൈങ് ലീവ് ഇൻ കണ്ടീഷണറാണ്. ഇതെനിക്ക് ഞാൻ സ്റ്റെഫി സണ്ണിയില്ലേ, എനിക്ക് സ്റ്റെഫീൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സ്റ്റെഫി ഇത് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ നോക്കാം. ഞാൻ നോർമലി ഒരുപാട് കേൾ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തത് ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗർ ബൂ എന്തോ ആണ്. അപ്പം ഐ തോട്ട് ടു ട്രൈ ദിസ് ബെയർ അനാട്ടമി. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിനൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ബെയർ അനാട്ടമീൻ്റെ കേൾ ഇൻറ്റൻസിഫൈങ് ലീവ് ഇൻ കണ്ടീഷണർ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 449 രൂപയാണ്. അപ്പം എനിക്ക് ഫ്രീ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കിട്ടിയത് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം സ്കിൻ കെയറിൽ സൺസ്ക്രീൻ. യെസ്, ഞാൻ ഇതുവരെ സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഡീകൺസ്ട്രക്റ്റ് ആണ് ഇപ്പം ലാസ്റ്റ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം തീർന്നപ്പം ഐ തോട്ട് ടു ട്രൈ ദിസ് സൺസ്കൂപ്പ്. ഇത് ഹൈഡ്രേറ്റിംഗ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ് ഫോർ ഫേസ് ആൻഡ് ബോഡി. ഇത് ഞാൻ കുറേ പേര് കണ്ടത്. കാരണം ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മേക്കപ്പിൻ്റെ മേലെ അത് പോകത്തില്ലേ. അപ്പം ഒരു സ്പ്രേ സൺസ്ക്രീൻ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സൺസ്കൂപ്പ് നല്ലതാ എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് മറ്റേത് ഞാൻ പൊട്ടിച്ച് കാണിച്ചെന്നില്ല അല്ലേ. സൈസ് ഇത്ര ഉണ്ട്, സൈസുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 ആണ് ഇതിൻ്റെ റേറ്റ്. നോ വൈറ്റ് കാസ്റ്റ്, അൾട്രാ ലൈറ്റ് വെയ്റ്റ്, പിന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ. അപ്പോൾ യൂസ് ചെയ്ത് നോക്കട്ടെ ഞാൻ എങ്ങനെ ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീഅപ്ലൈയും കൂടെ ചെയ്യാൻ പറ്റുമല്ലോ. ലൈക്ക് ഫ്ലൂയിഡ് ബേസ്ഡ് ആണ്. ആൻഡ് ഈ സ്പ്രേ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ മറ്റേതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് കാണിച്ചു തന്നില്ലല്ലോ നിങ്ങൾക്ക്. ബെയർ അനാട്ടമീൻ്റെ എന്തായിരുന്നു, ലീവ് ഇൻ കണ്ടീഷണർ. യെസ്, ഇതും ഈ ഒരു സൈസുണ്ട്. അപ്പം നോക്കട്ടെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കേൾസൊക്കെ എത്ര അടിപൊളിയായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഓക്കെ, ഞാൻ ഇവരുടെ കുറേ വെറൈറ്റീസ് ഓഫ് ഈ ബോഡി വാഷ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം
എനിക്കിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ദൈവമേ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഹൈഡ്രേഷൻ തരുന്ന ഏതെങ്കിലും ഒരു ബോഡി വാഷ് ട്രൈ ചെയ്യാമെന്ന്. അപ്പം ഐ തോട്ട് ടു ഗോ വിത്ത് ദിസ് കെമിസ്റ്റ് പ്ലേ ഹൈഡ്രേറ്റിംഗ് ബോഡി വാഷ് വിത്ത് 5% ഓഫ് ഹൈലറോണിക് ആസിഡ്, പോളിഗ്ലൂട്ടാമിക് ആസിഡ് പ്ലസ് റൈസ് വാട്ടർ പ്ലസ് ഷുഗർ കോംപ്ലക്സ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 ആണ്. ഇവരുടെ വേറെ കുറേ ടൈപ്പ് ഓഫ് ബോഡി വാഷ് ഉണ്ട്, എക്സ്ഫോളിയേറ്റിംഗ്, ബ്രൈറ്റനിങ്, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ എടുത്തത് ഇതാണ്. നമുക്ക് എത്ര ഹൈഡ്രേഷൻ, എനിക്കിപ്പോൾ കറൻ്റ്ലി വേണ്ടത് ഹൈഡ്രേഷനാണ്. കാരണം ഡ്രൈ ആയിട്ട് ഞാൻ സ്കിന്ന് ഇൻഫെക്ഷനായിട്ട് ഡോക്ടറിനെ വരെ കാണിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആൻഡ് ഇതിന് നല്ല സൈസുണ്ട് കേട്ടോ, നല്ല സൈസുണ്ട്. അപ്പം നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൻഡ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്, എൻ്റെ മുഖം നോക്ക് വേർക്കുന്നു, പെട്ടെന്ന് വേർക്കും. പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മൈക്കില്ലാത്തതുകൊണ്ടും ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാവും. സോ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ. കാരണം ഞാൻ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്യുന്നുള്ള ഞാൻ മറന്നുപോയി. ഞാൻ ഓർഡർ ചെയ്തത് ഇത് തന്നെയായിരുന്നു. ഒരു മിനിറ്റ് ചെക്ക് ചെയ്തിട്ട്. ഞാൻ ഓർഡർ ചെയ്ത് മാറിപ്പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്ത ഈ ലിവിങ് കണ്ടീഷണറിനെ പോലെ തന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ഈശ്വര ഞാൻ സെയിം പ്രൊഡക്റ്റാണോ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചത്? അല്ല, ഇത് ലീവിങ് കണ്ടീഷണറാണ്. ആൻഡ് ഇത് വന്നിട്ട് കേൾ ഡിഫൈനിങ് ജെല്ലാണ്. കാണുന്നുണ്ടോ? ഭയങ്കര വെളിച്ചമുണ്ടല്ലേ. കേൾ ഡിഫൈനിങ് ജെല്ലാണ്, ബെയർ അനാട്ടമീൻ്റെ തന്നെ. സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, ഡെർമ ടെസ്റ്റഡ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെയിം 450. മറ്റേതും 450 ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ റേറ്റ് പറഞ്ഞത് മാറിപ്പോയെന്ന് ഡൗട്ടുണ്ട്. എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ലീവിൻ കണ്ടീഷണർ ആക്ച്വലി ഇപ്പം എൻ്റെ അടുത്ത് വേറെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ ബെയർ അനാട്ടമി എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഓർഡർ ചെയ്തത്. പക്ഷേ ജെൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ജെല്ല് വാങ്ങിക്കണം എന്ന് കുറേ വിചാരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ വന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കേൾ ഡിഫൈനിങ് ജെൽ സെയിം ലുക്കൊക്കെ സെയിം തന്നെ. ഇനി സെയിം സാധനം സെയിം അല്ലല്ലോ അല്ലേ? അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. സെയിം സൈസാണ് കേട്ടോ. രണ്ടിൻ്റെയും റേറ്റ് 450. അപ്പം ഇനി ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഫ്രീ കിട്ടിയതാണ്. ഞാൻ ഒരുപാട് പേര് യൂസ് ചെയ്ത് ഇങ്ങനെ റിവ്യൂ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഐ തോട്ട് ഇത് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഓൾറെഡി അവർ ഫ്രീ തരുന്നതാണ്. എൻ്റെ ബ്ലേഡ് എവിടെ? ഓക്കെ, ബ്ലേഡ് ഇല്ലെങ്കിലും നമുക്ക് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം സാധനം എന്താണെന്ന് വെച്ചാൽ 5% AHAs plus vitamin C underarm roll-on. It helps to control the body odor and prevents underarm darkness. ഞാൻ ഇതുവരെ underarm roll-on ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് കുറേ പേര് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഫ്രീ കിട്ടിയതല്ലേ, അപ്പം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ആക്ച്വലി നന്നായിട്ട് അണ്ടർആം ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതിനിങ്ങനെ ഒരു റോൾ ഓൺ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷനാണ്. ആൻഡ് സ്മെല്ല് എനിക്കൊരു ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നു. എനിക്ക് മര്യാദയ്ക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 299 ആണ് കേട്ടോ. 299 ആണ് റേറ്റ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയത് ടോട്ടൽ 950 റുപ്പീസിന് എന്തോ ആണ് ടോട്ടൽ എനിക്ക് ഇത്രയും പ്രൊഡക്ട്സ് കിട്ടിയത്. ഇത്രയും പ്രൊഡക്ട്സ് എനിക്ക് 950 റുപ്പീസിനാണ് കിട്ടിയത്. ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് 923 റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ലാഭമാണ്. ഇത്രയും പ്രൊഡക്ട്സ് കിട്ടിയില്ലേ. അപ്പോൾ അവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ ഓഫർ ഉണ്ട്. ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. അന്നേരം എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. പ്രൊഡക്ട്സ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഹോൾ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. ഞാൻ നന്നായിട്ട് വേർത്തു, പെട്ടെന്ന് ജിമ്മിൽ പോട്ടെ. അപ്പം
അടുത്ത വീഡിയോയിൽ കാണാൻ മതിലേക്കും സൈനിങ് ഓഫ് ഫ്രം ഗെയിം ജിമ AR. ലവ് യു ഗൈസ്. ടാറ്റാ.